let's discuss next pattern of question. First question, cos of 3 pi by 4 plus x minus cos of 3 pi by 4 minus x equal to minus root 2 sin x. മക്കളെ നോക്കിക്കേ, ഇത് ഏത് ഫോർമുലയിലാണ് കിടക്കുന്നതെന്നാണ് ഫസ്റ്റ് നോക്കുന്നത്. ഇതും പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. അപ്പം ഏത് ഫോർമുലയാണ് കിടക്കുന്നത് നോക്കി. അപ്പോൾ ആദ്യം നിങ്ങൾ നോക്കുമ്പോൾ കോസ് ഓഫ് എ പ്ലസ് ബി എന്നായിരിക്കും സ്ട്രൈക്ക് ചെയ്യുന്നത് അല്ലേ. പക്ഷേ കോസ് ഓഫ് എ പ്ലസ് ബി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എടുക്കും, അത് പിന്നെ എക്സ്പാൻഡ് ചെയ്ത് ഒത്തിരി ബിഗർ ആവും അല്ലേ. നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡും കൂടെ ചെക്ക് ചെയ്യണം കേട്ടോ. അതായത് റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താണ് മൈനസ് റൂട്ട് 2 സൈൻ എക്സ്, അതായത് സിംഗിൾ വാല്യൂ ഉള്ള അല്ലേ. അപ്പോൾ നമുക്ക് കഴിവതും ഏറ്റവും ഷോർട്ടായിട്ടും സിമ്പിളായിട്ടുമാണ് തിങ്ക് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കി, ഇത് പിന്നെ ഏത് ഫോമിൽ നോക്കാം, 3 pi by 4 പ്ലസ് എക്സ്. അപ്പോൾ നമ്മൾ പഠിച്ചു കോമൺ ആംഗിൾസ്, നമ്മൾ പഠിച്ചു ക്വാഡ്രന്റിനെ ബേസ് ചെയ്തൊക്കെ കോമൺ ആംഗിൾസ് വെച്ച് പഠിച്ചിരുന്നു അല്ലേ. അപ്പോൾ ഇത് കോമൺ ആംഗിൾ ആണോ? അല്ല അല്ലേ. 3 pi by 4 കോമൺ ആംഗിൾ അല്ലേ. 3 pi by 2 നമ്മൾ പഠിച്ചിട്ടുണ്ട് 270 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇതിനെ എക്സ് ആക്കിക്കൂടെ, ഇതിനെ വൈ ആക്കാം അല്ലേ. ദാറ്റ് ഈസ് കോസ് എക്സ് മൈനസ് കോസ് വൈ. കോസ് എക്സ് മൈനസ് കോസ് വൈ എന്താണ് കോസ് എക്സ് മൈനസ് കോസ് വൈ നോക്കിക്കേ. കോസ് എക്സ് മൈനസ് കോസ് വൈ ഈക്വൽ ടു മൈനസ് 2 സൈൻ x plus y by 2 sin x minus y by 2 അല്ലേ. മൈനസ് 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 ഇൻറ്റു സൈൻ എക്സ് മൈനസ് വൈ ബൈ 2 അല്ലേ. സംശയമുണ്ടോ? ഇല്ലല്ലോ. അപ്പം എന്ത് ചെയ്യണം, ഇവിടെ നമ്മുടെ എക്സ് എന്തായിരുന്നു 3 pi by 4 പ്ലസ് എക്സ് ആണ്. വൈ എന്താണ് 3 pi by 4 മൈനസ് എക്സും. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ. ഓക്കെ, അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാം. അപ്പോൾ മക്കളെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ എക്സാമിനാണെങ്കിലും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ട് അറ്റ് ലാസ്റ്റ് ജോയിൻ ചെയ്ത് എഴുതിയാൽ മതി. അതർവൈസ് ഒറ്റയടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൈനസും പ്ലസും എല്ലാം കൂടി കൺഫ്യൂഷൻ ആവും, തെറ്റാൻ ചാൻസ് ഉണ്ട്. ഇതാകുമ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് പേപ്പേഴ്സ് കൂട്ടുകയും ചെയ്യാം. ഓക്കെ, സോ നോക്കി ഞാൻ നോക്കാം. ആദ്യം സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 2 നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ദാറ്റ് ഈസ് സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 2 എന്ന് പറയുന്നത് എന്തായിരിക്കും, സൈൻ ഓഫ് 3 pi by 4 പ്ലസ് എക്സ് പ്ലസ് 3 pi by 4 മൈനസ് എക്സ് ബൈ 2 അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, 3 pi by 4 3 pi by 4 ആഡ് ചെയ്യാം, എക്സും ക്യാൻസൽ ചെയ്യാം അല്ലേ. 3 pi by 4 3 pi by 4 എന്താണ് 6 pi by 4 അല്ലേ. സൈൻ 6 pi by 4 divided by 2 റൈറ്റ്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, സൈൻ 6 pi by 8 എന്ന് എഴുതിക്കൂടെ അല്ലേ. അഗെയിൻ നമുക്ക് എങ്ങനെ എഴുതാം, 3ഉം 4ഉം ആവും അല്ലേ. ദാറ്റ് ഈസ് സൈൻ 3 pi by 4. അപ്പോൾ നമുക്ക് സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 2 കിട്ടി. ഇനി അടുത്ത എന്താണ്, സൈൻ ഓഫ് എക്സ് മൈനസ് വൈ ബൈ 2 നോക്കുക. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഒരുമിച്ച് ഈ ഒരു ഇക്വേഷനിലോട്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് ഇത് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്തു തരുന്നത് കേട്ടോ. നോക്കിക്കേ, അടുത്ത 3 pi by 4 പ്ലസ് എക്സ് മൈനസ് ഓഫ് 3 pi by 4 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 2 റൈറ്റ്. അപ്പോൾ എങ്ങനെ എഴുതാം, സൈൻ ഓഫ് എങ്ങനെ എഴുതാം, 3 pi by 4ഉം 3 by 4ഉം കട്ട് ചെയ്തു, വൈ മൈനസ് 1 ഉണ്ട് അല്ലേ. ഇനി അടുത്ത നോക്കിയേ, മൈനസ് ഓഫ് 3 pi by 4 മൈനസ് എക്സ് ആണ്. അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് എന്താണ്, പ്ലസ് ആകും. സോ എക്സ് പ്ലസ് എക്സ് എന്താണ് 2x റൈറ്റ്. ദാറ്റ് ഇസ് 2x by 2. സംശയമുണ്ടോ? നോക്കിക്കേ, 2x by 2 അല്ലേ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം അതിനെ, സൈൻ എക്സ് റൈറ്റ്. 2 ക്യാൻസൽ ആയി. ഓക്കെ, ഇനി നമുക്ക് ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ ആ ഇക്വേഷനിലോട്ട്. വാട്ട്, മൈനസ് 2 സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 2 നമുക്ക് എന്ത് കിട്ടി, സൈൻ 3 pi by 4 ഇൻറ്റു നെക്സ്റ്റ് അടുത്ത എന്താണ്, എക്സ് മൈനസ് വൈ ബൈ 2 എന്താണ്, സൈൻ എക്സ് എന്ന് കിട്ടി. വീണ്ടും സ്റ്റക്കായി അല്ലേ. എങ്ങനെയാണ് സ്റ്റക്കായി, 3 pi by 4 ഉണ്ട്. അപ്പോൾ 3 pi by 4 നമുക്ക് ചെയ്യാൻ അറിയാം അല്ലേ. എങ്ങനെ ചെയ്യാം, 3 pi by 4 സൈൻ ഓഫ് 3 pi by 4 എങ്ങനെ എഴുതാം, പൈ എഴുതാം റൈറ്റ്. പൈ ബൈ 4 എഴുതാം, ഇവിടെ പൈ എഴുതി റൈറ്റ്. ദാറ്റ് ഈസ് 4 pi മൈനസ് പൈ ബൈ 4 ആണ് 3 pi by 4 റൈറ്റ് അല്ലേ. സൈൻ ഓഫ് പൈ മൈനസ് പൈ ബൈ 4 റൈറ്റ്.
അപ്പോൾ 180 മൈനസ് തീറ്റ ആണ് വരുന്നത്. 180 മൈനസ് തീറ്റ ഏത് ക്വാഡ്രന്റിലാണ് മക്കളെ? ഏത് ക്വാഡ്രന്റിലാണ്? സെക്കൻഡ് ക്വാഡ്രന്റ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ ASTC സൈനും കൊസീക്കും പോസിറ്റീവാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? പ്ലസ് സൈൻ പൈ ബൈ 4, റൈറ്റ്? സൈൻ പൈ ബൈ 4 എന്താണ്? സൈൻ 45 ഡിഗ്രി. എങ്ങനെയാണ് നമുക്ക് ഏത് നമ്മൾ ടേബിൾ ഓർക്കുന്നുണ്ട്? 0, 1/2, 1/√2, √3/2, 1. അപ്പോൾ സൈൻ 45 എന്താണ്? 1/√2 എന്ന് കിട്ടി അല്ലേ? സെക്കൻഡ് ക്വാഡ്രന്റിലായതുകൊണ്ട് പോസിറ്റീവ്. ഓക്കെ, അപ്പം നമുക്ക് അത് ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? അപ്പോൾ ഏകദേശം നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ? സൈൻ എക്സ് കിട്ടിയല്ലേ? ഇനി ഇതിനെ സോൾവ് ചെയ്താൽ മതി. അപ്പം -2 × 1/√2 എന്തായാലും മൈനസ് ഉണ്ടല്ലേ? മൈനസും കിട്ടി ഇൻറ്റു സൈൻ എക്സ്. അപ്പം നോക്കി നമുക്ക് ആൻസർ എന്താണ് കിട്ടേണ്ടത്? -√2 സൈൻ എക്സ് ആണ്. അപ്പം ഇതിനെ നമുക്ക് എങ്ങനെ √2 സൈൻ എക്സ് ആക്കാം? 2നെ നമുക്ക് എങ്ങനെ എഴുതാം? √2 × √2 എന്ന് എഴുതിക്കൂടെ അല്ലേ? റാഡിക്കൽസ് ഓർക്കുന്നുണ്ടോ? √x × √x എന്താണ്? എക്സ് ആണല്ലേ? √x × √x എക്സ്. സോ 2നെ നമുക്ക് എങ്ങനെ എഴുതാം? √2 × √2. ഇവിടെ മൈനസ് ഉണ്ട്. ഡിവൈഡഡ് ബൈ √2 × സൈൻ എക്സ്. ദാറ്റ് ഈസ് ഈ 1/√2. കട്ട് ചെയ്തൂടെ √2 √2? സോ വി ഗോട്ട് ദ ആൻസർ -√2 സൈൻ എക്സ്. ദാറ്റ് ഈസ് RHS. ഹെൻസ് പ്രൂവ്ഡ്. സിമ്പിൾ അല്ലേ? അപ്പോൾ ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഏത്? ഈ ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഡയറക്റ്റ് ഫോർമുലസിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, സോ ലെറ്റ്സ് ഡിസ്കസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മക്കളെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. sin square 6x minus sin square 4x equal to sin 2x sin 10x. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഫോർമുലാസിനെ റിലേറ്റ് ചെയ്താണെന്നുള്ളത് നോക്കണം. ഏത് ഫോർമുലേനെ റിലേറ്റ് ചെയ്താണെന്ന് നോക്കണം. അപ്പം നോക്കിയാൽ sin square 6x minus sin square 4x. അപ്പം നമ്മൾ ലാസ്റ്റ് ഒരു ഫോർമുല പഠിച്ചിരുന്നു അല്ലേ? ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇല്ലാത്തതെന്നൊക്കെ ഞാൻ പറഞ്ഞ ഓർക്കുന്നുണ്ടോ? ഏതായിരുന്നു? sin square A minus sin square B equal to sin of A plus B into sin of A minus B. ഓർക്കുന്നുണ്ടോ? അപ്പോൾ ഇവിടെ A എന്താണ്? 6x അല്ലേ? അതായത് sin square A minus sin square B ഫോർമുല അല്ലേ? അപ്പോൾ ഇവിടെ A എന്ത് വരും? 6x വരും അല്ലേ? നോക്കിക്കേ, A 6xും B എന്താണ്? 4x ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, റൈറ്റ്? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതണം? LHS ഈക്വൽ ടു, അത് തെറ്റിക്കല്ല കേട്ടോ, LHS ഈക്വൽ ടു sin square 6x മൈനസ് sin square 4x എന്ന് എഴുതാം. ആഫ്റ്റർ ദാറ്റ് ഏത് കറസ്പോണ്ടിങ് ഫോർമുല എഴുതാം. അപ്പം ഫോർമുല എഴുതി ഇനി അടുത്ത എന്താണ്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കിയേ. സൈൻ ഓഫ് A plus B ഇൻറ്റു സൈൻ ഓഫ് A minus B എന്ന് എഴുതാം അല്ലേ? അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ ഓഫ് 6x plus 4x ഇൻറ്റു സൈൻ ഓഫ് 6x minus 4x എന്ന് എഴുതിക്കൂടെ അല്ലേ? sin square A minus sin square B അല്ലേ? നോക്കിക്കേ, 6x plus 4x എന്താണ്? sin 10x. sin 10x കിട്ടി. ഇനി അടുത്ത് എന്താണ്? 6x minus 4x എന്താണ്? sin 2x. that is RHS. we got the answer, right? RHS അല്ലേ അത്? hence proved. clear അല്ലേ? simple, right? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്താലോ? അപ്പോൾ മനസ്സിലാക്കി അതായത് ഫോർമുലാസിനെ ഡിപ്പെൻഡ് ചെയ്താണെന്ന് ഓർത്തോണം കേട്ടോ. ഇനി അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. sin 2x പ്ലസ് 2 sin 4x പ്ലസ് sin 6x ഈക്വൽ ടു 4 cos square x ഇൻറ്റു sin 4x. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? sin 2x പ്ലസ് 2 sin 4x പ്ലസ് sin 6x ഈക്വൽ ടു 4 cos square x ഇൻറ്റു sin 4x. അപ്പോൾ നമുക്ക് നോക്കാം. LHS നോക്കിക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് ഏത് ഫോർമുലാസ് ആക്കി എടുക്കാം? നോക്കിക്കേ, sin 2x ഉണ്ട്, 2 sin 4x ഉണ്ട്, sin 6x ഉണ്ട് അല്ലേ? അപ്പോൾ നോക്കി 2 sin 4x നമുക്ക് അറിയത്തില്ല അല്ലേ? 2 sin 4x റിലേറ്റ് ചെയ്തില്ല. sin x പ്ലസ് sin y ആണ്. 2 സൈനിൻ്റെ നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പം നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? ഇതിനെ നമുക്ക് ഒരുമിച്ച് എഴുതിക്കൂടെ? ദാറ്റ് ഈസ് sin 2x പ്ലസ് sin 6x. എന്നാലേ ഉള്ളൂ ഇത് ഏകദേശം നമുക്ക് കിട്ടത്തുള്ളൂ. അതായത് 2 sin 4x ഇട്ട് കഴിഞ്ഞാൽ പിന്നെ
കൺഫ്യൂസ്ഡ് ആവും. അതുകൊണ്ട് നമുക്ക് ബാക്കി ഇത് രണ്ടും ഏത് ടേംസ് ആണ്? സൈൻ 2x പ്ലസ് സൈൻ 6x ഒരുമിച്ച് എഴുതാം, റൈറ്റ്? അപ്പോൾ അതൊരു ഇക്വേഷൻ ആയില്ലേ, സൈൻ എക്സ് പ്ലസ് സൈൻ വൈ ആയി. ഇനി എഴുതാൻ നോക്കിയേ, പ്ലസ് 2 സൈൻ 4x എന്ന് എഴുതി. ദാറ്റ് ഇസ് LHS. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ഈ ഒരു സെക്ഷൻ സോൾവ് ചെയ്താലോ? ഓക്കെ, ഇതിവിടെ കിടക്കട്ടെ. ദാറ്റ് ഇസ് സൈൻ 2x പ്ലസ് സൈൻ 6x ഞാൻ എടുത്തു. സൈൻ എക്സ് പ്ലസ് സൈൻ വൈ എന്താ മക്കളെ? 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 അല്ലേ? 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 കോസ് എക്സ് മൈനസ് വൈ ബൈ 2, റൈറ്റ്? സൈൻ എക്സ് പ്ലസ് സൈൻ വൈ. ഫോർമുലാസ് പഠിക്കണേ. ഫോർമുലാസ് പഠിച്ചില്ലെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലംസ് ഒന്നും സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് പ്ലീസ് ഫോർമുലാസ് പഠിക്കുക കേട്ടോ. അപ്പോൾ നോക്കിയേ, സൈൻ എക്സ് പ്ലസ് സൈൻ വൈ ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? ഇവിടെ എക്സ് എന്താണ്? 2x-ഉം വൈ എന്താണ്? 6x-ഉം ആണ്. ദാറ്റ് ഇസ് സൈൻ 2x പ്ലസ് 6x ബൈ 2 കോസ് 2x മൈനസ് 6x ബൈ 2. സംശയമുണ്ടോ? അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? 8x വരും അല്ലേ? 2x പ്ലസ് 6x 8x. 8x ബൈ 2 എന്ത് വരും? 4x എന്ന് എഴുതാം അല്ലേ? 2 സൈൻ 4x ഇൻറ്റു 2x മൈനസ് 6x എന്താണ്? മൈനസ് 4x, റൈറ്റ്? കോസ് മൈനസ് 4x എന്ന് വരും. ദാറ്റ് ഇസ് മൈനസ് 4x ബൈ 2 എന്ന് വരും. മൈനസ് 4x ബൈ 2 എന്താണ്? മൈനസ് 2x എന്ന് എഴുതിക്കൂടെ അല്ലേ? മൈനസ് 4x ബൈ 2. ദാറ്റ് ഇസ് 2ഉം 4ഉം തമ്മിൽ കട്ടാവും. അപ്പം മൈനസ് 2x എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നോക്കിക്കാൻ നമുക്കറിയാം കോസ് ഓഫ് മൈനസ് തീറ്റ എന്താണ്? കോസ് തീറ്റ ആണ് അല്ലേ? അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 2 സൈൻ 4x കോസ് 2x എന്ന് എഴുതിക്കൂടെ? വൈ കോസ് ഓഫ് മൈനസ് തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ ആയുണ്ട്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ഔട്ട് ആയില്ലേ? ഇനി നമുക്ക് ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? സോ വി ഗോട്ട് വാട്ട്സ് ദ ആൻസർ? 2 സൈൻ 4x cos 2x പ്ലസ് 2 സൈൻ 4x. അപ്പോൾ മക്കളെ സ്റ്റക്ക് ഔട്ട് ആയാലും അപ്പോഴേ നമുക്ക് നോക്കണം. നോക്കിക്കേ, നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം അല്ലേ? 2 സൈൻ 4x രണ്ടിടത്തും ഉണ്ട്, റൈറ്റ്? സോ 2 സൈൻ 4x കോമൺ എടുത്തു. വി ഗോട്ട് കോസ് 2x പ്ലസ് 1 അല്ലേ? ഇനി നോക്കിക്കേ, ഇത് എങ്ങനെ നമുക്ക് ചെയ്യാം? നോക്കിയേ, 2 സൈൻ 4x ഉണ്ട്, കോസ് 2x പ്ലസ് 1 ഉണ്ട്. അപ്പോൾ കോസ് 2x പ്ലസ് 1 നമ്മൾ എവിടെയോ കേട്ടിട്ടുണ്ട് അല്ലേ? കോസ് 2xൻ്റെ മൾട്ടിപ്പിൾ ആംഗിളിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു മൾട്ടിപ്പിൾ ആംഗിൾസിൻ്റെ ഇക്വേഷൻ? കോസ് 2x ഈക്വൽ ടു 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 അല്ലേ? പിന്നെ ഏതായിരുന്നു? 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ്, റൈറ്റ്? പിന്നെ 4 ഉണ്ടല്ലേ? കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്. പിന്നെ ടാൻ സ്ക്വയർ എക്സിനെ റിലേറ്റ് ചെയ്താണ്. അതിപ്പോൾ നമുക്ക് വേണ്ട, ഡിസ്കസ് ചെയ്യണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഈ 3 വേണ്ടത്. അതായത് RHSൽ നമുക്ക് കോസിലും സൈനിലും ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എവിടെ വരെ കിട്ടി? സൈൻ 4x വരെ കിട്ടിയിട്ടുണ്ടല്ലേ? ഇനി ഈ കോസ് 2xനെയാണ് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കിയേ, കോസ് 2x ഏത് ഇക്വേഷൻ ആയിരിക്കും എടുക്കേണ്ടത്? കോസ് 2xനെ എങ്ങനെ എഴുതാം? നോക്കിക്കേ, 1 പ്ലസ് ഇതിനെ നമുക്ക് ഇപ്പുറത്തോട്ട് എടുത്തൂടെ അല്ലേ? അതായത് കോസ് 2x പ്ലസ് 1 നമുക്ക് വേണം. അപ്പോൾ ഈ ഇക്വേഷൻ മതി അല്ലേ? അതായിരിക്കും ബെറ്റർ. കാരണം 1 മൈനസ് 2 സൈൻ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ക്ലിയർ അല്ല. സൈൻ സ്ക്വയർ എക്സിലല്ലേ? നമുക്ക് വേണ്ടത് കോസ് 2x ആണ്. ഓക്കെ, അപ്പം ഏത് ഇക്വേഷനാണ്? ഈ ഇക്വേഷനാണ് എടുക്കേണ്ടത്. ഇത് രണ്ടും എടുക്കല്ല. ഓക്കെ, സംശയം വരെയല്ല. നമുക്ക് ആൻസറിൽ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്നാണ് നമുക്ക് ആൻസറിലോട്ട് എത്തിപ്പെടേണ്ടത്. അപ്പോൾ ഇതുമായിട്ട് എപ്പോഴും കമ്പയർ ചെയ്യാൻ നോക്കണം. ഏതാ? RHSുമായിട്ട് എപ്പോഴും കമ്പയർ ചെയ്തിരിക്കണം. നമുക്ക് ആൻസർ കിട്ടിയോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് 1 പ്ലസ് കോസ് 2x ആണ്. അപ്പോൾ ഈ 1നെ ഇങ്ങോട്ട് എടുത്താൽ നമുക്ക് 1 പ്ലസ് കോസ് 2x എന്ന് എടുത്തൂടെ? 1 പ്ലസ് കോസ് 2x എന്താണ്? 2 കോസ് സ്ക്വയർ എക്സ് അല്ലേ? നമുക്ക് ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? 2 സൈൻ 4x ഇൻറ്റു 2 cos square x, right? So 2 into 2 what? 4. അപ്പോൾ നമുക്ക് കിട്ടിയല്ലേ? 4 cos square x sin 4x. We got the answer, that is RHS. So LHS equal to RHS, hence proved. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ മാത്രമേ ഉള്ളൂ ഒരു കൺഫ്യൂഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളത് ജസ്റ്റ് എന്താണ് ഞാൻ പറഞ്ഞില്ല, ഫോർമുലാസ് ബൈ ഹാർട്ട് ചെയ്യാൻ രക്ഷയുള്ളൂ. അപ്പോൾ എപ്പോഴും RHSുമായിട്ട് കമ്പയർ ചെയ്ത് വേണം നമ്മൾ ആൻസർ ക്ലിയർ ചെയ്യാൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. cot 4x into sin 5x plus sin 3x equal to cot x of
സൈൻ 5x മൈനസ് സൈൻ 3x. മകൾ ഇവിടെ നോക്കിക്കേ, ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ LHSും RHSും ഏകദേശം ഈക്വൽ വാല്യൂസ് ആണ്. നോക്കിക്കേ, ഇവിടെ കോട്ട് 4xും കോട്ട് എക്സും അല്ലേ, ഏകദേശം ഒരു സിമിലാരിറ്റി ഉണ്ട്. അപ്പം ഇങ്ങനെ ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കഴിവതും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ LHS എടുത്ത് ആദ്യം സോൾവ് ചെയ്യുക, ഒരു ആൻസർ കിട്ടും. RHS എടുത്ത് സോൾവ് ചെയ്യുക, അത് രണ്ടും ഏകദേശം ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതൊരു എന്താണ് ഈ ഒരു പാറ്റേൺ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് അത് ഈസി ആയിരിക്കും. അങ്ങനെ തന്നെയാണ് ട്രൈ ഔട്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ. സോ നമുക്ക് ഫസ്റ്റ് LHS എടുക്കാം. ദാറ്റ് ഈസ് കോട്ട് 4x ഇൻറ്റു സൈൻ 5x പ്ലസ് സൈൻ 3x. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സൈൻ എക്സ് പ്ലസ് സൈൻ വൈ ആയിരിക്കും ആദ്യം ചെയ്യേണ്ടത്, റൈറ്റ്? സോ സൈൻ എക്സ് പ്ലസ് സൈൻ വൈനെ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ എക്സ് പ്ലസ് സൈൻ വൈ എന്താണ്? 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 കോസ് എക്സ് മൈനസ് വൈ ബൈ 2, റൈറ്റ്? സോ 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 എന്ന് പറയുമ്പോൾ 5x പ്ലസ് 3x ബൈ 2 ദാറ്റ് ഇസ് 8x ബൈ 2 4x വരും അല്ലേ. ഹിയർ നെക്സ്റ്റ് വരും എന്താണ്? കോസ് എക്സ് മൈനസ് വൈ ബൈ 2 ആണ്. 5x മൈനസ് 3x ബൈ 2 2x ബൈ 2 എന്ത് വരും? എക്സ്. ഞാനിത് പെട്ടെന്ന് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേതൊക്കെ നമുക്ക് മനസ്സിലായി സ്റ്റെപ്പ്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ സ്റ്റെപ്പ് എഴുതി ചെയ്യുക കേട്ടോ. അപ്പോൾ നോക്കിക്കേ, 2 സൈൻ 4x കോസ് എക്സ് എന്ന് കിട്ടി അല്ലേ. ഏത്? സൈൻ 5x പ്ലസ് സൈൻ 3x. ഇനി നമുക്കിത് ഡയറക്റ്റ്ലി ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, റൈറ്റ്? ലുക്ക്, കോട്ട് 4x ഇൻറ്റു 2 സൈൻ 4x ഇൻറ്റു കോസ് എക്സ് എഴുതിക്കൂടെ. അപ്പോൾ ഈ കോട്ട് 4xനെ നമുക്ക് എങ്ങനെ എഴുതാം? കോസ് 4x ബൈ സൈൻ 4x എന്ന് എഴുതിക്കൂടെ. അപ്പോൾ കഴിവതും നിങ്ങൾ എപ്പോഴും സിമ്പിളായിട്ട് ഇത് സോൾവ് ചെയ്ത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ആൻസർ എഴുതാവുള്ളൂ. നോക്കിക്കേ, 2 സൈൻ 4x ഇൻറ്റു കോസ് എക്സ്. ഓക്കെ, സോ വി ഗോട്ട് വാട്ട്? സൈൻ 4xും 4xും കട്ട് ചെയ്തു. സോ വി ഗോട്ട് ദ ആൻസർ 2 കോസ് 4x കോസ് എക്സ് എന്ന് കിട്ടി അല്ലേ. ഇനി അടുത്ത് നോക്കിയേ, ഇനി നമുക്ക് RHS എടുത്താലോ. സോ RHSനെ എടുത്തു. RHS എന്താണ്? കോട്ടെക്സ് ഇൻറ്റു സൈൻ 5x മൈനസ് സൈൻ 3x. അപ്പം LHS ചെയ്ത പോലെ തന്നെ സൈൻ 5x മൈനസ് സൈൻ 3x ഫസ്റ്റ് എടുക്കുക. സോ വാട്ട് വിൽ ബി സൈൻ 5x മൈനസ് സൈൻ 3x? വാട്ട്? സൈൻ എക്സ് മൈനസ് സൈൻ വൈ എന്താണ്? 2 കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 സൈൻ എക്സ് മൈനസ് വൈ ബൈ 2. 2 കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 എന്ന് പറയുമ്പോൾ 4x വരും. സൈൻ 5x മൈനസ് 3x 2x ബൈ 2 വരും. ദാറ്റ് ഇസ് സൈൻ 2x ബൈ 2 അല്ലേ. സൈൻ 2x ബൈ 2 എന്താണ്? 2 കട്ടായി എക്സ് കിട്ടി. സോ വി ഗോട്ട് വാട്ട്? 2 കോസ് 4x സൈൻ എക്സ് എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? കോട്ട് 4xനെ എങ്ങനെ എഴുതാം? ഇവിടെ കോട്ട് എക്സ് ആണ് അല്ലേ. കോട്ട് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്ന് എഴുതിക്കൂടെ. കോസ് എക്സ് ബൈ സൈൻ എക്സ് ഇൻറ്റു 2 കോസ് 4x ഇൻറ്റു സൈൻ എക്സ്, റൈറ്റ്? കട്ട് ചെയ്തു സൈൻ എക്സ്. സോ വി ഗോട്ട് ദ ആൻസർ വാട്ട്? 2 കോസ് എക്സ് കോസ് 4x. നോക്കിക്കേ, LHSൽ നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? 2 കോസ് 4x കോസ് എക്സ്, റൈറ്റ്? അപ്പോൾ RHSൽ എന്താണ്? സെയിം തന്നെയല്ലേ, 2 കോസ് എക്സ് കോസ് 4x. സോ LHS ഈക്വൽ ടു RHS, റൈറ്റ്? ഹെൻസ് പ്രൂവ്ഡ് എന്ന് എഴുതുക. ക്ലിയർ ആയില്ലേ മക്കളെ ഈ പ്രോബ്ലം? അപ്പോൾ ഈ ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ വരുമ്പം എപ്പോഴും നിങ്ങൾ ഇത് തന്നെ ട്രൈ ഔട്ട് ചെയ്യുക. അതായത് LHS എടുക്കുക, പിന്നെ RHS എടുക്കുക. ഇതായിരിക്കും ബെറ്റർ വേ എന്ന് ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, സോ ലെറ്റ്സ് discuss in the next video what next pattern of question. Bye.